കണ്ണേട്ട ഒന്നടക്കി. ആ എന്തേ പാറു, എന്തേ വിളിച്ചേ? കണ്ണേട്ട നിക്ക്, ഞാനടേ വരാം. അച്ഛൻ പറയാതെ വേണം എപ്പോഴും പോവാൻ. അറിഞ്ഞാ പിന്നെ പ്രശ്നം. പിന്നെ കാര്യങ്ങൾ ചോദിച്ച് പെർമിഷൻ എടുത്ത് പോണ്ടി വരും. അല്ലേ തലേന്ന് പറഞ്ഞു വിട്ടാൽ മതി. എന്നാലും മറക്കും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും. എന്തായാലും കണ്ണേട്ടനെ ഒന്ന് പോയി കാണാം. ഞാൻ അച്ഛമ്മേനെ കാണാതെ വന്നതാ. ആ എന്തായാലും നന്നായി. പയ്യ ഇനി തല്ലുള്ള നാളെ തന്നെ വേദന മാറിയില്ല. അല്ല കണ്ണേട്ടാ, നിങ്ങൾക്ക് വടി കൊണ്ട് കാലിലല്ലേ കിട്ടിയ, നിങ്ങൾ മുഖം തൊഴിയുന്നേ? അല്ല ഇനിയിപ്പോൾ മുഖത്ത് കിട്ടിയാൽ എപ്രാവശ്യം മുഖത്താണെങ്കിലും വിചാരിച്ചിട്ട് പിടിച്ചതാ. കാലിനുണ്ട്. ഗാഡയ്ക്ക് അച്ഛമ്മ കണ്ട സീനാവും. ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? എന്താണെന്ന് അറിയാം. സമയമല്ല, അമ്പലത്തിൽ പോകണ്ടേ? അല്ല നിങ്ങളല്ലേ പറഞ്ഞു ഇത്ര വലിയ മീനൊക്കെ ഉണ്ട്. ആ സാധനം കിട്ടുമോ? മോളെ ഇപ്പം ഞാൻ മാലട്ട് അന്ന് നീ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അന്ന് ഞാൻ എത്ര വലിപ്പമുള്ള പറഞ്ഞപ്പോൾ വിരലിൻ്റെ ഉണ്ടല്ലേ, എത്ര വലിപ്പമുള്ള ഞാൻ ഉദ്ദേശിച്ചിനി ഒന്ന് വിചാരിക്കില്ല കേട്ടോ. മാലട്ട് ഇപ്പോൾ കള്ളൊന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാനില്ല. അപ്പളേ തോന്നുന്നു ഈ ഭൂല കൂടെ ആയിപ്പാണ്. ആ ഇപ്പം മീനെന്ന് പറയുന്നത് തന്നെ അലർജിയാ. ശരി ശരി. ഇല്ല മോളെ, ഇപ്പോൾ ചിക്കനും മീനും ബീഫും ഒന്നുമില്ല. ഒരു സന്യാസ ജീവിതത്തിലാണ്. നല്ല കറുപ്പ കൊടുത്ത് എന്ത് ചെയ്യാനാ? ഓരോ വിധിയുടെ ഓരോ വിളയാട്ടങ്ങളെ. വിധിയുടെ വിളയാട്ടം തന്നെ. ഈ വിചാരിച്ചിട്ടല്ല ഈ മാലട്ട്. സ്വാമി ശരണം. സോറി മോളെ, സ്വാമിനോട് അങ്ങനെയൊന്നും പറയത്. അല്ല ഞാൻ ഇപ്പം നിന്നെ അങ്ങോട്ട് എടുക്കുന്നേ. ഞാൻ അങ്ങോട്ട് അല്ല എനിക്കറിയില്ലല്ലോ നിങ്ങളങ്ങോട്ടാണ്. ഈ എന്തിനാ വിളിച്ചേ? കാര്യം പറയ്. അമ്പലത്തിൽ പോകാനുള്ള കാര്യം ഞാൻ പറയുമ്പോൾ മുന്നോട്ട് നടക്കണ്ട. ഈശ്വര, പണി പാളിയല്ലോ. അച്ഛമ്മ അവിടെ ഉണ്ടല്ലോ. ഇതെങ്ങനെ ആടുന്ന് ഇവിടെ എത്തി? കഞ്ഞവെള്ളത്തിൽ തട്ട് കുടിക്കുന്നേ. എങ്ങോട്ടാടാ എന്റെ പാറുവിനെ കൊണ്ട് പോണത്? പറയടാ കള്ളസ്വാമിയെ. കള്ളസ്വാമിയോ? ഇത് നോക്കി നിങ്ങള്. ആ മാലട്ടിന് ശരിക്കുള്ള സ്വാമിയെ. അയ്യോ സ്വാമി, അങ്ങനെയൊന്നും പറയല്ലേ സ്വാമിയെ. നിങ്ങൾക്ക് പാപം കിട്ടും. അങ്ങനെ പറയരുത് സ്വാമി. എനിക്ക് ശാപം കിട്ടരുത്. ഞാൻ പാവാണ്. ഇപ്പൊ ഭസ്മം എടുത്തില്ല, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ച്. അത്രക്കും പേടിയാ സ്വാമി. കറുപ്പെടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പേടിയായിട്ട് വയ്യ. വരക്കില്ല. അയ്യോ എൻ്റെ അടുത്ത് വരല്ലേ സ്വാമി. ആ അതുകൊണ്ട് സ്വാമി എന്നാ പിന്നെ സ്വാമി ഓട്ടെ. അമ്പലത്തിലൊക്കെ ഒന്ന് പോണോ? പറോ സ്വാമി. ഞാൻ പോയിന്നാല് കള്ളസ്വാമിയെ ഒന്നാടെ നിൽക്കി. സ്വാമി ഒരു കള്ളസ്വാമിയാന്ന് തോന്നുക. സ്വാമിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താച്ചമ്മേ? അല്ല എന്താച്ചമ്മേ? ഒന്നുമില്ല. ഇതുണ്ടല്ലേ സ്വാമിയാ. ഞാൻ ഒന്നും പറഞ്ഞില്ല. ആയിക്കോട്ടെ. സ്വാമീനെ ഒന്നും പറഞ്ഞില്ല. ഈ അല്ലല്ലോ സ്വാമി. ഈ എന്തിനാ കൊണ്ട് വയ്യേക്ക് നടക്കുന്നത്? ഓനല്ലേ സ്വാമി? ഈ ആണോ സ്വാമി? ഈ അല്ലല്ലോ. ഞാൻ ഒരു ആവശ്യത്തിന് വിളിച്ച് വന്നതിന് വെച്ചമ്മ. അല്ല ഒന്നല്ല. ഇതിൻ്റെ കൈ കണ്ടിടണല്ലോ. നോക്ക്, കണ്ടിടണോ? അന്നെ ഞാൻ ഉണ്ടല്ലോ. എൻ്റെ അച്ഛമ്മ ഇനി ഞാനൊന്നും ചെയ്യൂല. നല്ല ചൂലെടുത്ത് എവിടെയായാലും മിറ്റൊക്കെ അടിച്ചു തരുമോ? അതിനൊന്നും ഉണക്കാവൂലല്ലേ. ചെവി ഞാൻ കയ്യിലെടുത്താളൂ. ചൂലെടുത്ത് അടിക്കാനൊന്നും പറഞ്ഞിട്ട് പെണ്ണ് കേൾക്കില്ല. എന്നാ ചൂലെന്നാ ഇതെടുത്ത് അതിലൊക്കെ ഒന്ന് അടിച്ചാൽ. ഇത്ര നേരം ഞാൻ ഓരോ പണിയും ചെയ്യല്ലേ ഇനിയോ? ഇത്ര നേരം ഞാൻ ഓരോ പണിയും ചെയ്യല്ലേ ഇനിയോ? അപ്പോൾ എനിക്ക് കൊയങ്ങിയോ? ഞാൻ അന്നക്കാട്ടിയും തോന്നി അടിച്ചതാ. റോഡൊക്കെ ഞാൻ അടിച്ചു തരി ഉണ്ടില്ലേനോ? അപ്പം അടിച്ചു തരും. കുറച്ചും കൂടി അടിക്കും. നമ്മണ്ട ചൂലി ഞാൻ അടിച്ചോളാം. ആ ചൂലെടുത്ത് അടിച്ചിടാൻ പറ്റാത്ത എൻ്റെ ഈ കേൾക്കുന്നില്ല. എൻ്റെ തരുക വേഗം അല്ലാണ്ട് അടിക്ക്. ആ എവിടെയായാലും വേണ്ടി മെല്ലെ ഒന്നായിട്ട് അടിച്ചാൽ മതി. ഒന്നായിട്ട് അടിച്ച് വാരൊന്നും വേണ്ട. ചൂലോണ്ടൊന്നാണ്ട് കാണിച്ചാൽ മതി. അടിച്ചാരും പോലെ ഒന്ന് കാണിച്ചാൽ തൊക്കിയായിട്ട് അടിച്ചൊന്നിട്ട് ആടെ എത്തുമ്പോൾ നമുക്ക് നോക്കാം അടിക്കണോന്ന്. അടിക്ക്. അല്ല ആടുന്ന് അടിച്ചാൽ പോലെ. ഇപ്പം ധാരാ അടിക്കുക. ഇവിടേക്ക് ആരും ഒന്ന് വിളിച്ചാക്കിയേക്ക് നൽകിട്ടോ. ഞാൻ പോവുക. എന്നാ ചൂല് ഞങ്ങൾക്ക് ചൂല് താങ്ങിൻ്റെ അടക്കണമല്ലോ. അടക്കാം ഞാൻ നല്ലോണം പണിയെടുപ്പിച്ച് തരാം. എൻ്റെ പൂതിയില്ല ഞാൻ തീർത്ത്. എൻ്റെ അടുത്ത് പോണ്ടേ വരും. ഇച്ചിട്ടേ നല്ലോണം അടിച്ചാര്. കണ്ണും മുഖം ചോപ്പിച്ചാൽ പോരാ. നല്ലോണം അടിച്ചാര്. എനിക്കിന്ന് ഞാൻ നല്ലോണം വെള്ളം ചെയ്യ അടക്കിട്ടോ. പറഞ്ഞ ഒന്നും കേൾക്കൂലല്ലേ.
നല്ലോണം ഒന്ന് അടിച്ചു കാര്യം വെറുതെ തല നിൽക്കണ്ട, നിങ്ങൾ എന്തൊരാളാ? ഈ വെറുതെ എന്നോടൊന്നും പറയാൻ നിൽക്കണ്ട, ഈ പോയിക്കോ. ഞാനൊന്നും പറയില്ല, ഞാൻ പോവാണ്. ഈ വയസ്സായ കാലത്ത് വെറുതെ ശാപം മേടിച്ച് വെക്കണോ? എൻ്റെ മേലേക്ക് പെണ്ണ് എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇങ്ങനത്തെ മക്കളെ ഞാൻ കണ്ടില്ല. ഒരു വടി എടുക്കണം. ഞാൻ വരട്ടോ, അടക്ക് ഞാൻ തരാം. കണ്ണീരാറ്റും കാറ്റാരത്തെത്തുന്നേ നീളും വഴി നീളേ. എന്താ മോളെ കരയുന്നേ? അച്ഛമ്മ തല്ലിയോ? ഇത്ര ദിവസമായിട്ട് എനിക്ക് കുറെ കാലമായി കണ്ടിട്ട്. കുറേ നാളെ വരണമെന്ന് വിചാരിക്കുന്നു. പിന്നെ എപ്പിസോഡ് ഇന്നലെ തുടങ്ങി. അല്ലല്ല, കുറേ ഭൗതികളുടെ വിഷമങ്ങൾ തീർക്കാണ്ടായിരുന്നു. മോളെ കണ്ണീരൊന്ന് വീണപ്പോൾ തന്നെ ഞാൻ വന്നില്ലേ. എന്താ പ്രശ്നം മോള് പറ. ഒന്നുമില്ല, ഇവിടെ നിന്ന് അടിച്ചു വാരി വൃത്തിയാക്കണമെന്നുണ്ടേനി, അത് അച്ഛമ്മ പറഞ്ഞു പോയെ. തഥാസ്തു. മോളൊന്ന് തിരിഞ്ഞു നിൽക്ക്. മോളൊന്ന് തിരിഞ്ഞേ. വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ മോൾക്ക്? എന്നോട് പറയാൻ. ആടി ഇവിടെ കുറച്ചെലുണ്ട്, അതുകൂടെ പോയാ. താൻ പാതി ദൈവം പാതി എന്നല്ലേ? എന്തടി ഇയാടെയാക്കുന്നേ? ഒന്നുമില്ല അച്ഛമ്മേ, അടിച്ചു വരുന്ന അതാ. അപ്പളേ പോയോ? അടിച്ചാരി കഴിഞ്ഞില്ലേ, ചൂല് കൊണ്ടുപോവാ. ചൂലോട് കളിക്കുക പെണ്ണ്. പാറോ, അടിച്ചൊരു കഴിഞ്ഞോ? വാ പോവാ. എന്താ അച്ഛമ്മ പറയുന്നേ? അച്ഛമ്മ എന്നെ കൊണ്ട് ഫുള്ള് പണിയെടുപ്പിക്കല. എപ്പോഴും അച്ഛമ്മേനെ ഇടയ്ക്ക് സഹായിക്കണ്ടേ? ഞാൻ എപ്പോഴും സഹായിക്കണ്ട്. അച്ഛമ്മ ഇപ്പൊ ഒരു പണിയും ചെയ്യല വീട്ടില്. കുഴപ്പമില്ല, അച്ഛമ്മ വയസ്സായിട്ടല്ലേ. വരി അങ്ങോട്ട് പോവാ. ചൂലാൻ പിടിച്ചോളാം. നടന്നോളി. നിങ്ങളെ പറ്റിയൊന്നും പറഞ്ഞില്ല അച്ഛമ്മേ. നിങ്ങളൊരു പണി ചെയ്യ്. മുമ്പൊക്കെന്ന് ഞാൻ പുറത്ത് പോയി ഭക്ഷണം വാങ്ങി വരാം. ഇവിടെ ഉണ്ടാക്കണ്ട കേട്ടോ. പുറത്ത് പോയിട്ട് വാങ്ങി വരാം. മോനെ ചോറൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയോ? ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ആണോ? എന്നാ നമുക്ക് പിന്നെ. ഓ, അച്ഛമ്മേൻ്റെ ഈ കച്ചറിയും പാറുവിൻ്റെ ഈ വിഷമവും എല്ലാം ഈ നാട്ടിലുണ്ടാവും. ആരില്ലെങ്കിലും ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ കൂടെ ചേർത്ത് പിടിക്കാൻ ഒരാളെങ്കിലും ഉണ്ടായാൽ മതി. അപ്പോൾ ലൈഫ് മുന്നോട്ടേക്ക് അങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കോളൂ. ഈ കഥ പെടുന്ന അവസാനിക്കുന്നില്ല. ഇതിങ്ങനെ ഇനി ഈ നാട്ടിൽ തുടർന്നുകൊണ്ടേയിരിക്കുക.